Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് തുടങ്ങാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാൻ തുടങ്ങിയെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom MBA എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ്ങും അഡ്മിഷനും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. അസൈൻമെന്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പാർട്ട് സിയിൽ നമുക്ക് ടോട്ടലായിട്ട് 8 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 6 ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കണം. ഒരു ചോദ്യത്തിന് 5 മാർക്ക്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ട് സി ആണ് കേട്ടോ. സോ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ ഏരിയയും ഉണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു എക്സാമിൻ്റെ പേപ്പർ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങളാണ് ഫസ്റ്റ് എഴുതുന്നത്, അതുകൊണ്ട് തന്നെ എത്ര ചോദ്യങ്ങൾ തിയറി, എത്ര ചോദ്യങ്ങൾ പ്രോബ്ലം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. സോ എന്നാലും നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിലാണ് ഈ ഒരു സജഷൻസ് നൽകുന്നത്. സോ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് പ്രോബ്ലമായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ, അല്ലെങ്കിൽ മിക്കതും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഞാൻ കൂടുതൽ 2 മാർക്സിൻ്റെലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ കോമ്പൗണ്ട് ആണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായും പഠിക്കുക, സിമ്പിളും പഠിക്കുക. സിമ്പിൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് 5 മാർക്കിന് സിമ്പിൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. ഓക്കെ, കോമ്പൗണ്ടാണ് 5 മാർക്കിന് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷൻ. ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷൻ പ്രോബ്ലം നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നു. ഇനി മെട്രിക്സിൻ്റെ ചാപ്റ്ററിൽ നിന്ന് തിയറിയും നോക്കണം, പ്രോബ്ലം നോക്കണം. അപ്പോൾ തിയറിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്. നിർബന്ധമായും പഠിക്കണം കേട്ടോ. കാരണം ഈ ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ 1 മാർക്കിന് 2 മാർക്കിന് വരാം, അല്ലെങ്കിൽ 5 മാർക്കായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, സോ തിയറിയാണ്. ഇനി മെട്രിക്സിൻ്റെ തന്നെ പ്രോബ്ലം, മെഷർമെൻറ്റ് ഓഫ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലുണ്ട്. മെട്രിക്സിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് 5 മാർക്കിൻ്റെ, അല്ലെങ്കിൽ എസ് ആയിരിക്കും വരാം. അപ്പോൾ എന്തായാലും പ്രോബ്ലം ഉള്ളത് നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്സ് ഏരിയയിൽ നിന്നുള്ളത്. ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ ചെറിയ അക്കൗണ്ടൻസിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് ഇവിടെ വീണ്ടും ഇടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാനത് സജഷനായിട്ട് നൽകാഞ്ഞത്. ഡിപ്രീസിയേഷൻ്റെ നിങ്ങൾക്ക് നോക്കി വയ്ക്കാം ലാസ്റ്റ് ടൈമിൻ്റെ ബേസിൽ. ഇനി സ്റ്റാറ്റിയുടെ ഏരിയയിലോട്ട് വരുന്ന സമയത്ത് ആവറേജിനെ പറ്റിയിട്ടുള്ള തിയറിയും പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. സോ എന്താണ് ആവറേജ്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് നോക്കി വയ്ക്കുക തിയറി. പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മീൻ ഉണ്ട്, ദെൻ മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്. അപ്പോൾ ഞാനിത് എസ്ഐക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതുമാത്രമല്ല 5 മാർക്കിൻ്റെ ഏതെങ്കിലും ഒന്നിൽ നിന്ന് പ്രോബ്ലം വരാം. അത് നിങ്ങൾ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല വരാം, സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഡിറക്റ്റ് മെത്തേഡ്, സിമ്പിളായിട്ടുള്ള മെത്തേഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിൽ പഠിച്ചാൽ മതി. വല്ലാണ്ട് കടന്ന് ചിന്തിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് വരിക. പിന്നെ മീഡിയൻ്റെ കേസിൽ വരുമ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ നിന്നുള്ള ചോദ്യമാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. മീൻ, മീഡിയൻ, മോഡ് 3ഉം കൂടിയിട്ടുള്ളത് എസ്ഐക്കാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെയിലേക്കും സാധ്യതയുണ്ട്. അതല്ലാണ്ട് ഞാൻ പറഞ്ഞു തിയറി ആണെങ്കിൽ എന്താണ് ആവറേജ് അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്. മീഡിയൻ്റെ ഒക്കെ തിയറി ഞാൻ 2 മാർക്സിൻ്റെയിലോ 1 മാർക്കിൻ്റെയിലോ ആണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് മറ്റൊരു സജഷൻ.
ഇനി നെക്സ്റ്റ് ഉള്ളത് ഡിസ്പേർഷൻ ആണ്. അതിൽ നിന്നും തിയറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്താണ് ഡിസ്പേർഷൻ അതിൻ്റെ ടൈപ്സ് തിയറി ആയിട്ട് നമുക്ക് ചോദിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അത് മാത്രമല്ല അതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഉണ്ട്. കോഫിഷ്യൻ്റ് സിമ്പിളായിട്ടുള്ള 2 മാർക്കിൻ്റെലേക്കും പ്രോബ്ലം വരും. അതുപോലെ തന്നെ റേഞ്ച് എന്താണ് അതിൻ്റെ കോഫിഷ്യൻ്റ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സാമിന് എസ് ആയിട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതാണ്. അതുമാത്രമല്ല 5 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം ഇടും. അത് ചിലപ്പോൾ റേഞ്ച് കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ചോ അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷനൊക്കെയാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പലപ്പോഴും എസ്സേക്കാണ് കണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്പേർഷനിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 5 മാർക്കിനെങ്കിലും പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഡിസ്പേർഷൻ്റെ തിയറി എന്താണെങ്കിലും അതും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ മീൻ മീഡിയൻ മോഡ് അതുപോലെ തന്നെ ആവറേജും ഡിസ്പേർഷനും ഇതിൽ നിന്ന് 5 മാർക്സിൻ്റെ ഓരോ ചോദ്യങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ. പ്രോബ്ലം ആയിരിക്കാം, തിയറി ആയിരിക്കാം, ഏതെങ്കിലും ഒരെണ്ണം. ഇത് ആദ്യത്തെ പേപ്പർ ആയതുകൊണ്ട് തന്നെ എത്ര ചോദ്യങ്ങൾ പ്രോബ്ലം എത്ര ചോദ്യങ്ങൾ തിയറി എന്നുള്ളത് നമുക്ക് 100% പറയാൻ ഇപ്പോൾ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പറയുന്നത് കേട്ടോ. വല്ലാണ്ട് ഓവറായിട്ട് നോക്കാണ്ട് എല്ലാത്തിനെയും സിമ്പിൾ പ്രോബ്ലംസ് നോക്കി വയ്ക്കുക. ഓക്കെ, റേഞ്ച് ആവട്ടെ, അതിൻ്റെ കോഫിഷ്യൻ്റ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, തിയറി നോക്കുക ഡിസ്പേർഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഒരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കോറിലേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കോറിലേഷൻ. സോ അതിൽ തിയറി കോറിലേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം കേട്ടോ. കോറിലേഷൻ ചിലപ്പോൾ അത് എസ്സേക്കും വരാം. എന്താണ് കോറിലേഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതുപോലെ തന്നെ യൂസസ്, തിയറിക്ക് നോക്കി വയ്ക്കുക. ഇമ്പോർട്ടൻസ് ഉണ്ട് തിയറി കേട്ടോ. 5 മാർക്കിൽ തിയറി ചോദിക്കാം. പിന്നെ പ്രോബ്ലം എസ്സേക്കാണ് ഞാൻ കൂടുതൽ കാൾ പിയേഴ്സിനെ പ്രതീക്ഷിക്കുന്നത്. കാൾ പിയേഴ്സൺ കോഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷനും പിന്നെ കൺകറൻറ്റ് ഡീവിയേഷനും ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ 5 മാർക്കിൻ്റെ റാങ്ക് കോറിലേഷനും എസ്സേക്ക് ഈ പറയുന്ന കാൾ പിയേഴ്സിൻ്റെ കോഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അങ്ങനെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ എസ്സേക്ക് കാൾ പിയേഴ്സിൻ്റെ ഒരു പ്രോബ്ലം പിന്നെ തിയറി ആയിട്ട് വേണമെങ്കിൽ 5 മാർക്കിൻ്റെ കോറിലേഷൻ്റെ ചോദിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ 5 മാർക്കിൻ്റെ കോഷ്യൻ്റെ കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 5 മാർക്കിൽ. അത് എന്തായാലും പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം. സോ മിനിമം കോറിലേഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 8 ചോദ്യങ്ങളാണ് നമുക്ക് വരാം. അതിൽ 6 ആൻസർ കൊടുക്കണം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് കോറിലേഷൻ. ഇനി നെക്സ്റ്റ് റിഗ്രഷൻ്റെ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് y on x, x on y ഇതിലേതെങ്കിലും ഒരെണ്ണം കാണാനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ എക്സും വൈ തന്നിട്ടുള്ളത് എസ്സേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ലാണ്ട് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും തന്നിട്ട് കോറിലേഷൻ തന്നിട്ട് നമ്മുടെ അടുത്ത് റിഗ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അത് 5 മാർക്കിൻ്റെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ തിയറി ആയിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ നിർബന്ധമായും പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് റിഗ്രഷൻ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ കോറിലേഷനിൽ നിന്നോ റിഗ്രഷനിൽ നിന്നോ 5 മാർക്കിൻ്റെ ഓരോ ചോദ്യങ്ങൾ പ്രോബ്ലം ആയിട്ടും പിന്നെ തിയറി ഏതെങ്കിലും ഒരെണ്ണമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ലാസ്റ്റ് സജഷൻ, അപ്പോൾ 8 ചോദ്യങ്ങൾ എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഇൻഡെക്സ് നമ്പറാണ്. ഇൻഡെക്സ് നമ്പറിൽ നിന്ന് 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അത് സിമ്പിൾ ആവറേജിൻ്റെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനോ ആദ്യം നമുക്ക് കാണാമല്ലോ, സിമ്പിൾ ആവറേജ്. അതല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എസ്സേക്കാണ്. അത് അപ്പോൾ ആദ്യത്തെ ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് വെയ്റ്റഡോ സിമ്പിളോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വെയ്റ്റഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേക്ക്. കെല്ലി, പാഷേ അതെന്തായാലും പഠിച്ചു വയ്ക്കണം. ചിലപ്പോൾ അങ്ങനെയായിരിക്കും വരാം. 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബേസിക് തിയറി ഇല്ലേ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് അതൊക്കെ നോക്കി വയ്ക്കുക. ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്
അത് നോക്കുക. ചിലപ്പോൾ തിയറി ഇടാം, അല്ലെങ്കിൽ പ്രോബ്ലം ആണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, പ്രൈസ് ഇൻഡെക്സ് ഉണ്ട് നോക്കാൻ, ക്വാണ്ടിറ്റി വാല്യൂ ഇതൊക്കെ ഉണ്ട്, അത് നോക്കി വയ്ക്കാം. അതിനേക്കാൾ ഏറ്റവും ഉപരി നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഇൻഡെക്സ് നമ്പറിലെ സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്, അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ്, പിന്നെ ഇതിൻ്റെ ബേസിക് തിയറി, ഫീച്ചേഴ്സ്, ടൈപ്സ്, അത് 5 മാർക്കിലേക്ക് സ്കോപ്പ് ഉള്ള ടോപ്പിക്കാണ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ സജഷനാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 8 ചോദ്യങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. 6 ആൻസർ കൊടുത്താൽ മതി. പെട്ടെന്നത്തിലെ ഇനിയിപ്പോൾ 5:3 ആണോ, 5 പ്രോബ്ലം 3 തിയറി ആണോ, എങ്ങനെയാണ് അവർ ഇടുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, സോ എന്നാലും ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ ഒരു പ്രോബ്ലം, അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഫീച്ചർ വാല്യൂ അതിൻ്റെ ഒരു പ്രോബ്ലം, മെട്രിക്സിൻ്റെ തിയറിയോ അല്ലെങ്കിൽ പ്രോബ്ലമോ, പിന്നെ മീൻ മീഡിയം മോഡിൻ്റെ അതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം, അതല്ലെങ്കിൽ ആവറേജിനെ റിലേറ്റ് ചെയ്തുള്ള തിയറി, ഡിസ്പേർഷനിലെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ തിയറി, കോറിലേഷനിൽ തിയറി ഉള്ളത്, യൂസസ്, ടൈപ്സ് ഉണ്ട്, പിന്നെ റാങ്ക് കോറിലേഷൻ ആണ് 5 മാർക്കിൻ്റെ ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കാൾ പിയേഴ്സിൻ്റെ കോഷ്യൻ്റ് ഓഫ് കോറിലേഷൻ SCക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ റിഗ്രഷനിൽ നമ്മൾ വയോണക്സിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ SCക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും തന്നിട്ട് റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ, റിഗ്രഷൻ, തിയറി, പിന്നെ ഇൻഡെക്സ് നമ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, സോ നല്ല രീതിയിൽ ഈ ടോപ്പിക്സൊക്കെ 5 മാർക്സിൻ്റെയിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് പാർട്ട് ബിയിൽ, അതുപോലെ തന്നെ പാർട്ട് എയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.